മരം വെട്ടുന്ന സാധനം ഉണ്ടോ? വെട്ടുകത്തിയാ? അല്ല. അരുവാളാ? അല്ലല്ല. പിന്നെന്തോന്ന്? കോടാലി. എന്റെ വീട്ടിൽ നീ മനഃപൂർവ്വം അല്ലേ എന്റെ ഭർത്താവിനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്? ഇറങ്ങിക്കേ. എന്റെ ചേച്ചി, ശശാങ്ക ചേട്ടന് കോടാലി എന്നുള്ള പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ കോടാലി എന്നുള്ളത് ട്രംപ് എന്ന് പറയാൻ പറ്റുമോ? ഓ തത്തം, ഇത് മനഃപൂർവ്വല്ലേടി? ഇത് മനഃപൂർവ്വല്ലേ? എന്റെ ഭർത്താവിനെ കളിയാക്കാൻ വേണ്ടിട്ട് അവളുടെ വീടിന്റെ വാതിക്ക് ഒരു തത്തേനെ മേടിച്ച് കെട്ടി തൂക്കിയിട്ടിട്ട് എന്റെ ഭർത്താവിന്റെ ഇരട്ട പേരിങ്ങനെ പറഞ്ഞ് 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 പഠിപ്പിച്ചോണ്ടിരിക്കുമല്ലേടി നീ നിന്റെ കെട്ടിയൊന്നും കൂടെ? ചേച്ചി, ഞാൻ നിഷ്കളങ്കയാണ്. അയ്യോ, ഒരു പാവം നിഷ്കളങ്ക. ഞാനൊന്നും അറിയുന്നില്ലെന്നായിരിക്കും വിചാരം. എന്നും രാവിലെ ആ തത്ത എടുത്ത് എന്നിട്ട് അതിന് പാലും പഴവും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറ അങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന നീയല്ലേ? ചേച്ചി ഇങ്ങനെ പറയരുത്. ചേച്ചിയുടെ ഭർത്താവ് എന്റെ ഭർത്താവും തമ്മിൽ സ്കൂളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? രജനിയെ പാത്തിருக்கு, കമലിനെ പാത്തിருக்கு, ഉന്ന മാതിരി ഒരു നടിനെ പാത്തതേ ഇല്ല. അതൊക്കെ പോട്ടെ ചേച്ചി, എനിക്ക് വീട്ടിൽ പോണം. കോടാലി തരുമോ? കോടാലി ഇല്ല, ഒരു മണ്ണം കെട്ടല്ലേ. ഇറങ്ങി പോടി അവിടുന്ന്. ആര് പറഞ്ഞു കോടാലി ഇല്ലെന്ന്? ദേ പറഞ്ഞു കോടാലി. പോടി, ഇറങ്ങി രാവിലെ തന്നെ വന്നോളൂ. എന്ത് ബഹളമായിട്ട് രാവിലെ? മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനും സാധിക്കത്തില്ലല്ലോ. അവള് വന്നിട്ട് നിങ്ങളുടെ ഇരട്ടപ്പേര് വിളിച്ചേക്കണ്. എന്റെ ഇരട്ടപ്പേരോ? ആ, എന്നിട്ട് നീ അത് കേട്ടോണ്ട് നിന്നോ? അത് കേട്ടോണ്ട് ഞാൻ നിന്നില്ല. അടിച്ചവിടെ ചെവുക്കുട്ടി ഇളക്കാൻ വയ്യായിരുന്നു. ആ, അങ്ങോട്ട് ചെവിക്കലിട്ട് ഒരെണ്ണം കൊടുക്കാൻ പോയപ്പോഴാണ് നിങ്ങൾ പുറകിലോട്ട് വിളിച്ചത്. എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്നു, പോയി അവിടെ ചെവുക്കുട്ടി അടിച്ചിളക്കിട്ട് വന്നാ മതി. എന്റെ ഫ്ലോ പോയി, ഇനി എനിക്ക് പറ്റില്ല. ഫ്ലോ പോയോ? ആ, അതിനങ്ങനൊക്കെ ഉണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി അടിക്കുന്നേ. ഞാൻ പോയി അടിക്കാനോ? എന്നിട്ട് വേണം പുരുഷ പീഡനത്തിന് പേര് അവർ കേസ് കൊടുത്തിട്ട് എന്നെ പിടിച്ച് അടുത്ത് കിടത്താൻ. എന്ത്? എന്നെ പിടിച്ച് അകത്ത് കിടത്താൻ. രാവിലെ തന്നെ ആ നശിച്ചവളുമായിട്ട് സംസാരിച്ച് എനിക്ക് തലവേദന കൊണ്ട് വയ്യ. കോടാലിക്കാലി എടുത്ത് വരട്ടെ. ഈ നാട്ടുകാരെല്ലാം എന്നെ കോടാലി കോടാലി നേരിട്ടപ്പെട്ട് വിളിക്കുന്ന, നീ കൂടെ ചേർന്ന് വിളിക്കാണോ? പോട്ടെ, അത് എന്താണെന്നറിയോ, നമുക്ക് വീട്ടിൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. സാരമില്ല, എനിക്ക് കുറച്ച് വിറക് തരുമോ? വിറകൊക്കെ കീർത്തരാം. നീ ആ കോടാലിയും എടുത്തോണ്ടോ? എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇപ്പൊ ഞാനാണോ തെറ്റുകാരി? ചേട്ടനെ വിളിക്കുന്നില്ലേ അങ്ങനെ? ഈ വിളി കാരണം എനിക്ക് നാണക്കേട് കാരണം എനിക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഈ നാട്ടിലുള്ളവർക്ക് മാത്രമേ എന്റെ ഇരട്ട പേര് കോടാലി എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്റെ പേര് കോടാലി എന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി നമുക്ക് താമസിക്കാം. അതൊക്കെ വലിയ കോടാലി ആവത്തില്ലേ? പിന്നെ പിന്നെ എന്നെ കോടാലി എന്ന് വിളിക്കുന്നത്. ഇനി മേലെ കോടാലി വിളിക്കരുത്. ആ പേര് ഞാനങ്ങ് മാറ്റി. ഇനി മുതൽ കോടാലിക്ക് നമ്മൾ സുരേഷ് എന്ന് വിളിച്ചാൽ മതി. സുരേഷ്, അത് കൊള്ളാം. ഇപ്പൊ ആ പ്രശ്നം സോൾവ് ആയല്ലോ. സോൾവ് ആയി. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് നാട് വിട്ടു പോകുന്നത്? നാട് വിട്ടു പോകേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. ഞാനിപ്പോ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അതൊരു ഉപമയായിട്ട് അവർ എഴുതിയേക്കാണ്. 1000 കുടത്തിന്റെ വാ നമുക്ക് മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ എത്ര വേണേലും അവർ കളിയാക്കിക്കോട്ടെ, അവർ നമ്മളെ ഇരട്ടപ്പേര് വിളിച്ചോട്ടെ, നമ്മളിതൊന്നും മൈൻഡ് ചെയ്തിരുന്ന പോരെ. അപ്പൊ നമുക്ക് ഇതിനൊരു വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് നാണം കെട്ടി ഈ വിളി അങ്ങ് നിർത്തിക്കോളും. പച്ചത്തവള തത്ത പട്ടി, ഈ തത്തയുടെ പേര് ഞാൻ കേസ് കൊടുക്കും. അതല്ലേ തന്നെ ജയിലിലാണ്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കേസ് കൊടുക്കാനാണ്? നമുക്കൊരു പണി ചെയ്യാം. ആ ഭുവനേന്ദ്രൻ ഇല്ലേ, അവന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാം. ഈ ഭുവനേന്ദ്രനാണ് ഈ തത്തയെ പഠിപ്പിച്ച് എന്നെ ഈ ഇരട്ട പേര് വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. അല്ല ഏട്ടാ, വേറൊരു പ്രശ്നമുണ്ട്. എന്തോന്ന് പ്രശ്നം? ഇപ്പൊ ഈ നാട്ടിലുള്ളവർ മാത്രല്ലേ അങ്ങനെ വിളിക്കുന്നുള്ളൂ? അതെ. ഇനി കോടതി ചെല്ലുമ്പോ പോലീസും ജഡ്ജിയും എല്ലാരും വിളിക്കും സുരേഷ്. സുരേഷ് അതാര്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇവന്റെ പേര് ഞാൻ കേസ് കൊടുത്തിരിക്കും. പക്ഷെ എനിക്കൊരു ഐഡിയ. എന്തോന്ന്? പറയട്ടെ. നീ പറയുന്ന മണ്ടത്തരമായിരിക്കും എന്ന് എനിക്കറിയാം. അന്നേ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന മണ്ടത്തരമാണല്ലോ, പറയുന്നില്ല. എടി മണ്ടത്തരമല്ലടി, ഞാനത് വെറുതെ പറഞ്ഞതാണ്. വേണ്ട, ഞാൻ പറയുന്നില്ല. പറയത്തില്ലേ? നീ പറയത്തില്ലേ? ഇല്ല. ആ കോടാലി എടുത്ത് നിന്റെ പെടലി അടിച്ചാൽ തിരിക്കും. അന്ന് ഞാൻ പറയട്ടെ. ഈ പ്രശ്നത്തിന് നമുക്കങ്ങ് വേരോടെ വെട്ടാം. അത് വേണം, വേരോടെ വെട്ടിക്കളയണം. വേരോടെ വെട്ടിക്കളയാനായിട്ട് നല്ല വാൾത്തലുള്ള കോടാലി തന്നെ വേണം. കോടാലി തന്തയാണോ? തന്തക്ക് വിളിക്കാൻ നിൽക്കരുത്. നീ കുറെ നാളായിട്ട് നീ ആക്ഷേപിക്കാണ് ഇവിടെ. അതേടാ, ഞാൻ ആക്ഷേപിക്കും. നിന്റെ ഇരട്ടപ്പേരല്ലടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുക്കലോട്ട് വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. നീ വേണ്ട ചേട്ടാ, വിട്ടേക്ക്. അവൻ ഇങ്ങോട്ട് വരുന്നു. തന്നെ വെല്ലുവിളിച്ചല്ലോ. എന്താ
ഇതുപോലെ കുറെ റൗഡിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്നെ വെട്ടുന്ന കുത്തുന്ന എന്താണ്ടൊക്കെ പറഞ്ഞു. ഞാൻ വെട്ടുവിടാ, നീ ഞാൻ വെട്ടും. നീ ആദ്യം വെട്ടടാ, എനിക്ക് കാണണോടാ. എന്താടാ നിനക്ക്, നീ എന്താടാ വിളിക്കാത്ത? എന്താടാ മേത്തോട്ട് കളിക്കരുത്. നീ എന്താടാ വിളിക്കാത്ത? എന്തേ എന്താടാ വിളിക്ക്? ഞാനല്ല വിളിച്ചത്, സത്യായാലും നിനക്ക് അവകാശപ്പെട്ടാത്. നീ എന്നെ തല്ലിയല്ലേ? തല്ലി. അയ്യോ, ആരാണോ പറഞ്ഞത്? എവിടെ അത്? എന്നെ നീ തല്ലാതായാടാ. ഇവിടെ നീ എന്നെ തല്ലിയല്ലേടാ? നീ എന്നെ തല്ലിയല്ലേടാ? കൊന്നത് ഭീമൻ തന്നെ. നീ എന്താണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കൊടാലി നിരട്ടപ്പേര് വിളിക്കുന്നത്? ഞാനും ഒരു ചെറുപ്പക്കാരനില്ല. എടാ, ചെറുപ്പം തുടങ്ങിയ നിന്നെ കോടാലിയിൽ വിളിക്കുമ്പോ നിന്റെ മുഖത്തൊരു സങ്കടമുണ്ട്. ആ സങ്കടം കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷോടാ. ശരി, എന്നാ നീ കാണിച്ചു തരാടാ. നീ എന്നെ അടിക്കല്ലടാ. നീ കോടാലി വിളടാ. നീ അടിക്കടാ. നീ വിളിയടാ. ഉച്ചക്കൻ തടി കറി, ഉച്ചക്കൻ തകറി. നീ ഒരു കാര്യം ചെയ്യ, ആ വെള്ളം തിളപ്പിച്ചു നോക്ക്, ഞാൻ കുളിക്കട്ടെ. കെട്ടിയോളോട് പോയി പറ. എന്തോടി അവിടെ? അങ്ങനെ കുളിക്കാൻ വെള്ളം വേണമെന്ന് ചൂടുവെള്ളം. ആള് മാറിപ്പോയതാണ്. ഒന്ന് പിടിച്ച് മാറ്റി മാറ്റി. കോടാലിക്ക് വെട്ടി ഞാൻ വന്നിക്കുന്നെങ്കിലും നിങ്ങളൊന്ന് പരിഗണിക്കണം. എടാ പൂവിനേന്ദ്ര, എന്നതാടാ ഇത്? എന്താ മാഷേ? എന്താ എനിക്ക് ഇവൻ കാരണം ഇവിടെ ജീവിക്കാൻ വയ്യ മാഷ്. പോത്ത് പോലെ വളർന്നില്ലടാ, എന്നിട്ട് ഇങ്ങനെ തുടങ്ങാതാ നിങ്ങള്. ശരിയാവില്ല മാഷേ, ശരിയാവില്ല. എന്താ മാഷിനറിയാവോ? എന്താ ഈ നാട് മുഴുവൻ എന്നെ കോടാലി നിരട്ടപ്പേര് വിളിക്കുക. ഇവൻ കാരണമാണ്. ഒരു തത്തയുണ്ട്, ആ തത്തയും പഠിപ്പിച്ചു വെച്ചേക്കുക. അത് വാ തുറന്ന കോടാലി എന്നാണ് വിളിക്കുന്നത്. ഞാനും വിളിക്കാതെ തത്തയും വിളിക്കുന്നില്ല കോടാലി. എടാ, ഒന്നുമില്ലാലും നിന്നെയൊക്കെ പഠിപ്പിച്ച മാഷല്ലേ ഞാൻ. ഇവിടെ വന്നേ പറയുന്നത് കേട്ടെ. നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്തിനാ തത്തയെ കൊണ്ട് വിളിപ്പിക്കുന്നത്? നിർത്തിക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞു. എനിക്കിനി ഇവൻ കാരണം ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാഷ് ഒരു പരിഹാരം കാണണം. പരിഹാരം ഉണ്ടാക്കാം. ഈ കൂട്ടി നിറക്കി വിടണം. തത്തെ കൂട്ടി നിറക്കി വിടണം. കൂട്ടി നിറക്കി വിട്ടോ. നീ ചത്താലും ഞാൻ വിട്ടുവരുള്ളൂ. നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് തമ്മിൽ തല്ലി തല കീറാതെ ആ തത്തേനെ ഇറക്കി വിട്. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് എനിക്ക് സ്ത്രീധനമായിട്ട് തന്നാണ് ആ തത്തയെ. ആ തത്തയെ ഞാൻ കൊടുക്കൂല. ഒരു കാര്യം ചെയ്യ്, ഇതിന് പരിഹാരം ഞാൻ കാണാം. എന്താണ്? ഈ തത്തേനെ മാഷത്ത് കളിക്കാൻ പോണ്. മാഷേ, എന്റെ തത്തയെ തുറന്നു വിടരുത് മാഷേ. പ്രശ്നം ഈ തീർന്നു. എന്ത് പരിപാടിയാ മാഷെ കാണിച്ചത്? നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്തല്ലേടാ. എന്ത് ഉപകാരം? എന്ത്? ആ കൂട്ടി കിടന്നപ്പോ ആ തത്ത ആ മുറ്റത്ത് കിടന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു കോടാലി. ഇപ്പൊ പഞ്ചായത്ത് മുഴുവനും പറന്നു കിടന്ന് കോടാലി എന്ന് വിളിക്കുക. എന്റെ പൊന്ന് ശശാങ്ക, നീ ഒന്ന് ക്ഷമിക്കണ എന്നോട്. ഞാൻ അറിഞ്ഞോടാ ഇത് ഇത്രയും വലിയ കോടാലിയാവുമെന്ന്. ക്ഷമിക്കണം മാഷെ.